ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ റമദാൻ ഇന്നേക്ക് 3 അല്ലേ. റമദാൻ തുടങ്ങിയാൽ പിന്നെ കഴിഞ്ഞതറിയില്ല, എത്ര പെട്ടെന്ന് കഴിഞ്ഞ് പോകല്ലേ. അപ്പോൾ ഞാനിന്ന് സാധാരണ 4 മണിയാകുമ്പോൾ പണി തുടങ്ങലല്ലേ, അതേപോലെ ഇന്നും അങ്ങനെ 4 മണി നിസ്കാരം കഴിഞ്ഞിട്ടായിട്ട് കിച്ചണിലേക്ക് കയറി. അപ്പോൾ ഇന്ന് നാസ്തക്ക് എന്തുണ്ടാക്കണ്ടേന്ന് ഞാൻ വിചാരിച്ചു. പുട്ടുപൊടി ഉണ്ടായി. അപ്പോൾ പുട്ടുപൊടിയിൽ പത്തലുണ്ടാക്കാൻ വിചാരിച്ച് ഞാൻ പുട്ടുപൊടിയിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് തേങ്ങയും ജീരകവും ഉള്ളിയെല്ലാം കൂട്ടി ഒന്ന് ഒതുക്കിയിട്ട് വെച്ചിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുത്ത് വെച്ച് ചൂടുന്നത് പയ്യേ ചൂടല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ടുള്ള തിന്നല്ലേ. അപ്പോൾ പിന്നെ ഇപ്പോഴേ ചൂട്ട് വെച്ച് തണിഞ്ഞ പോലെ. അങ്ങനെ ഞാൻ പത്തലിനുള്ള മിക്സ് റെഡിയാക്കിയിട്ട് ഒന്ന് മാറ്റി വെച്ച്. പിന്നെ ചിക്കൻ ഉണ്ടായി. ചിക്കന് തേങ്ങ അരച്ചിട്ട് നോമ്പായ പിന്നെ തേങ്ങ അരക്കാണ്ട് കറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ ചിക്കനെല്ലാം മുളകിൽ തന്നെ ഉണ്ടാക്കൽ, തേങ്ങ യൂസ് ആക്കുകയില്ല ചിക്കന്. നോമ്പിന് മുളകിലാവില്ല, അങ്ങനെ തേങ്ങ എല്ലാം അരച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കി വെച്ച്. പിന്നെ കടീൻ്റെ ടെൻഷൻ തന്നെ, എന്ത് കടിയാക്കല് അങ്ങനെ വിചാരിച്ച് ഇൻസ്റ്റയിലൊരു റീൽ കണ്ട് ചിക്കൻ റോളിൻ്റെ. അപ്പോൾ ചിക്കന് വേണ്ട, ചിക്കൻ ഇടുന്നിടത്ത് പിന്നെ മുട്ട പൊങ്ങിയിട്ട് മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ 3 മുട്ട വേകാൻ വെച്ച് അതൊന്ന് വെന്ത് വരുമ്പോൾ അതിനൊന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്ത് വെച്ച്. പിന്നെ അതിന് മസാലക്കുള്ള ഒരു 4-5 ഉള്ളിയെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിനുള്ള റോളിനുള്ള ഫില്ലിങ് റെഡിയാക്കി. ഇനി റോളാക്കാനുള്ള സാധനം അത് മൈദപ്പൊടി കുഴച്ച് പരത്തിയെടുക്കാനെല്ലാം മടി പിടിക്കുന്നു. അപ്പോൾ ഞാൻ മൈദപ്പൊടിനെ നല്ല തിക്കായിട്ട് കലക്കിയിട്ടെടുത്ത് മിക്സാക്കിയിട്ട് എന്നിട്ട് അതിൽ പിന്നെ തവ വെച്ചിട്ട് ദോശ പോലെ പ്ലെയിനായിട്ട് ഒന്ന് പരത്തിയിട്ടെടുത്ത് പിന്നെ നമുക്ക് അതിൽ റോളാക്കിയിട്ടെടുക്കാം. ഈ ദോശയിലേക്ക് നമ്മൾ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് മുട്ടേൻ്റെ ഫില്ലിങ് ഇട്ട് കൊടുത്തിട്ട് ചെറിങ്ങനെ ഒന്ന് റോളാക്കിയിട്ട് 2 സൈഡ് ഫസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ നടുവിൽ നിന്ന് ഇങ്ങനെ റൗണ്ടായിട്ട് മടക്കിയിട്ടെടുക്കുക, നല്ല റോളാക്കിയിട്ടെടുക്കുക. എന്നിട്ട് അതിൻ്റെ ലാസ്റ്റിലേക്ക് നമ്മൾ ഈ കലക്കിയ മാവിൻ്റെ കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഓപ്പൺ ആവില്ല. അങ്ങനെ റോളാക്കിയിട്ടെടുത്ത് പിന്നെ നമ്മൾ ഫ്രൈ ആക്കുന്നത് ഫുള്ള് കുറേ ഓയിൽ വേണ്ട, ഓയിൽ മുക്കി പൊരിക്കണ്ട, കുറച്ച് ഓയിൽ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതി. മുക്കി പൊരിക്കുമ്പോൾ ഇതിൽ ഫുള്ള് ഓയിൽ കൂടിയിട്ട് നോമ്പിന് എല്ലാവർക്കും ഓയിലൊന്നും ഇഷ്ടാവില്ല അല്ലേ. നല്ലോണം എണ്ണയാകുമ്പോൾ അതിന് ഗ്യാസ്ട്രിക്കുള്ള ആൾക്കെല്ലാം കഷ്ടമാണല്ലോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയാൽ മതി. കുറച്ച് ഓയിൽ വെച്ചിട്ട് അതിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഞാൻ കടി ഉണ്ടാക്കി. ഇന്ന് കുറേ കടിയൊന്നും ഉണ്ടാക്കണില്ല, 2 തരം ആക്കൽ. ഇന്ന് 2 ഇല്ല, 1 ആക്കുന്നുള്ളൂ. അപ്പോൾ പിന്നെ അമ്മ നോമ്പിന് കടി ചുട്ടിട്ട് പിന്നെ അപ്പുറത്തേക്ക് കൊടുത്തേക്കും. അപ്പോൾ ഓറ് ചുട്ട കടി നമുക്ക് തരും, നമ്മളത് ഓർക്ക് കൊടുക്കും. അപ്പോൾ ഇത് 2 തരാവുമല്ലേ, ഓർക്കും 1 എക്സ്ട്രാ ആവും, നമുക്കും 1 എക്സ്ട്രാ ആവും. അങ്ങനെ കിട്ടിയതാണ് ഈ സമൂസ. അപ്പോൾ സമൂസയും റോളും മാത്രം ഇന്നത്തെ കടി. പിന്നെ കുളിക്കാൻ മാമൂല് ബത്തക്ക ജ്യൂസ് ഇല്ലാണ്ട് നോമ്പില്ല അല്ലേ. സാധാരണ നോമ്പ് തുടങ്ങിയ ബത്തക്ക ഇല്ലാണ്ടില്ല. പിന്നെ ബത്തക്ക ജ്യൂസ് അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. പിന്നെ ടാങ്കും ഇല്ലാണ്ടിരിക്കില്ല, ടാങ്ക് വേണം. അങ്ങനെ ടാങ്കും കലക്കിയിട്ട് അതും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അങ്ങനെ ടാങ്ക് ജ്യൂസും ബത്തക്ക ജ്യൂസും കുടിക്കാനുള്ളത്. ഈ റോളും സമൂസയും 2 തരം കടി. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഈ വൈകുന്നേരം കാണുമ്പോൾ വിചാരിക്കുക എല്ലാം മുറിച്ച് വെക്കുക, എല്ലാം തിന്നാണ്. അങ്ങനെ മുറിച്ച് വെക്കലല്ലാണ്ട് അത് തിന്നലില്ല, അത് അവിടെ ഉണ്ടാവും മുറിച്ച പോലെ. അങ്ങനെ കുറച്ച് മുറിച്ച് വെച്ച്, കുറച്ച് ബത്തക്കയും പിന്നെ ഒരു പുളിയും പിന്നെ മൂസമ്പി പിന്നെ കുറച്ച് മുന്തിരി പിന്നെ ഒരു കഷ്ണം ആപ്പിളും കൂടി മുറിച്ചിട്ട് കഷ്ണാക്കിയിട്ട് വെച്ച്. പിന്നെ ഇതെല്ലാം ഒന്ന് പ്ലേറ്റിലേക്കാക്കി ജ്യൂസെല്ലാം ഒഴിച്ച് വെച്ച് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം പ്ലേറ്റിലെല്ലാം ഇട്ട് വെച്ച് ഞാൻ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നിട്ട് പിന്നെ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് നമുക്ക് ക്ഷീണമൊക്കെ ഇന്നയില്ല. അങ്ങനെ കുറച്ച് ഓതിയിട്ടായിട്ട് കുറച്ചേറെ കിടന്ന് ഇശ ബാങ്ക് കൊടുക്കുമ്പോൾ കിടന്ന്. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നിട്ട് പത്തൽ പിന്നെ തറാവീഹ് നിസ്കാരം കഴിയുമ്പോൾ കുറേ നേരം ആവില്ലേ. അപ്പോൾ പിന്നെ നമ്മൾ മക്കളെല്ലാം ഉറങ്ങിപ്പോണ്ടാറിഞ്ഞിട്ട് അങ്ങനെ ചുട്ട് കൊടുത്ത്
കുഞ്ഞോക്കെല്ലാം കൊടുത്തിട്ടായിട്ട് പിന്നെ പോയി തറാവി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഞാൻ വന്ന് നാസ്റ്റാക്കി. നാസ്റ്റെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേന് നമ്മൾ പാത്രത്തിൻ്റെ കളിയല്ലേ, സ്ലാബ് എവിടെ ബാക്കിയില്ല, സ്ലാബിലും കിച്ചണിലേക്ക് പോകാൻ പോയില്ലേ പാത്രമായി. അങ്ങനെ പാത്രം തേച്ച് കഴുകി ക്ലീനാക്കി സ്ലാബെല്ലാം തുടച്ച് അടിച്ചെല്ലാം കഴിയുമ്പോൾ 10:30 മണിയായി. പിന്നെ നാശം കൊണ്ടുവന്നിട്ട് പിന്നെ കിടന്നു. അപ്പോൾ ഇത്രയല്ലോ ഇന്നത്തെ വീഡിയോ ഇതന്നെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ പുതിയ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക ചാനൽ. പിന്നെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആക്കുക, ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോ ആയിട്ട് കാണാം.